എല്ലാവർക്കും കുക്കുത്രീനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാടൻ ചായക്കട പലഹാരമായ സുഖിയൻ്റെ റെസിപ്പിയാണ്. സുഖിയനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു പലഹാരം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഖിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചെറുപയർ കഴുകിയെടുക്കണം. അതിനുശേഷം മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പം നിങ്ങളീ കാണുന്നത് ഞാൻ 3 മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയറാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുഖിയൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ വേവ് നല്ല കൃത്യമായിരിക്കണം. അപ്പം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം മാറ്റും. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. അതായത് നെകക്കെ വെള്ളം മതി. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചെറുപയർ കറിക്കൊക്കെ ഇടുന്ന പോലെ അത്ര ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ഇതൊരു മധുരപലഹാരമാണല്ലോ. ഇനി നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെയിറ്റ് ഇട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കണം. അതാണ് നമ്മുടെ ചെറുപയറിൻ്റെ വേവിൻ്റെ കണക്ക്. നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം, പക്ഷെ ഒട്ടും കുഴഞ്ഞു പോകരുത്. നല്ല വിട്ട് കിട്ടുന്ന ഒരു പരുവത്തിലായിരിക്കണം ചെറുപയർ. അതുകൊണ്ടാണ് കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ പറഞ്ഞത്. കാരണം വെള്ളം കൂടി കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വെള്ളം പറ്റിച്ചെടുക്കാൻ പോകുമ്പോഴത്തേക്കും ചെറുപയറാകെ കുഴഞ്ഞ് പോകും. അതുകൊണ്ട് കൃത്യം അതിനൊക്കെ വെള്ളം മാത്രം ഒഴിച്ച് വേവിച്ചെടുക്കുക. കുക്കർ 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ആവിയൊക്കെ മുഴുവൻ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെറുപയർ. ഒട്ടും തന്നെ കുഴഞ്ഞും പോയിട്ടില്ല. നല്ല വിട്ട് കിട്ടുന്ന പരുവം. വെള്ളവും അതിനകത്ത് അധികം അങ്ങനെ കിടപ്പൊന്നുമില്ല. കണ്ടോ, നല്ല കൃത്യം വെള്ളമായിരുന്നു. ഞാനത് സ്പൂണിലെടുത്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുമായിരിക്കും. നമ്മുടെ കയ്യിലെടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഉടഞ്ഞു കിട്ടണം. അതായിരിക്കണം അതിൻ്റെ ആ ഒരു പരുവം. ഇനി ഈ സുഖിയനിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റി ഹെൽത്തി എപ്പോഴും ശർക്കര ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ്. ഇതൊരു 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്ക് ശർക്കരയുണ്ട്. 1/2 കപ്പ് ശർക്കര എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം ഉണ്ടാവുള്ളൂ. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മധുരം ഉണ്ടാവും. അപ്പം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്നത് മറയൂർ ശർക്കരയാണ്. നിങ്ങൾക്ക് ഏത് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ആ എടുക്കുന്ന ഓരോ ശർക്കരയ്ക്കും മധുരത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ടും നമ്മുടെ ആ മധുരം അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കണം. അപ്പം ഞാനൊരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം മറയൂർ ശർക്കര ആയതുകൊണ്ട് അധികം കല്ലും മണ്ണും ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വിടാം. അപ്പം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ആ പാനിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലെ ആ വെള്ളത്തിൻ്റെ മായം ഒന്ന് പോകുന്നിടം വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പക്ഷെ തേങ്ങയുടെ കളറൊന്നും മാറരുത് കേട്ടോ. വറുക്കുന്ന പോലെ ആവരുത്. ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ആ തേങ്ങയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കളറിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ആ ശർക്കര പാനിയൊക്കെ ചെറുപയറിലേക്ക് നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടുന്നത് പോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്ക് ആ ശർക്കര പാനിയൊക്കെ ചെറുപയറിലേക്ക് നന്നായിട്ട് പിടിച്ച് ഇതൊന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിലേക്ക് നമുക്കിനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏലക്കാപ്പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതും കൂടെ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ചെറുപയറൊക്കെ നമ്മുടെ ഈ സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ സുഖിയന് വേണ്ടുന്ന ഫില്ലിങ്, അതായത് ചെറുപയർ റെഡി ആയിട്ടുണ്ട്. ആ ശർക്കരയൊക്കെ ചെറുപയറിലേക്ക് നന്നായിട്ട് പിടിച്ച് കുറച്ച് ചെറുപയറൊന്ന് ഉടഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വിടാം. അതായത് നമ്മളിനി ഇത് ഉരുട്ടിയെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാവുന്ന ചൂടിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വിടാം. ചെറുപയർ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കൈ കൊണ്ട് ചെറിയ ഉരുളകൾ എടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഉരുട്ടിയെടുത്താൽ മതി. ചെറുപയർ നല്ല കണക്കിനുള്ള വേവാണെങ്കിലേ ഉള്ളൂ നമുക്കിത് നല്ല ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ചെറുപയറിൻ്റെ വേവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഒരുപാടങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാലും അത്ര അങ്ങ് ശരിയാവില്ല. നമ്മൾ സുഖിയൻ കഴിക്കുമ്പം അതിനുള്ളിൽ നമുക്ക് ചെറുപയർ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അപ്പം അങ്ങനെ ആ ഒരു പരുവത്തിൽ തന്നെ ആയിരിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളും റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ആ ചെറുപയറെല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേ വലുപ്പത്തിലുള്ള 13 ഉരുളകളാണ് എനിക്ക് ആ അളവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ സുഖിയനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ മൈദമാവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ 1/4 കപ്പ് മൈദയുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ സുഖിയന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് ഇത് നല്ല തിക്കായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുമിച്ചങ്ങ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് കട്ട കെട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, ഇതങ്ങ് നീണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമ്മൾ മൈദയൊക്കെ ചേർത്തിട്ട് വേണം ആ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള മാവ് തയ്യാറാക്കുമ്പം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ സുഖിയന് നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് ആ സുഖിയനിലേക്ക് അത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി. ഇതിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതിനേക്കാളും ലൂസായിട്ട് പോകരുത് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ കുഴിവുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും നമ്മുടെ മാവിലേക്ക് നന്നായിട്ട് മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ ക്യാമറ വെച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് എല്ലാം കൂടെ കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ആ മുക്കുന്നത് ഞാൻ കാണിക്കാത്തത്. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. സുഖിയൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ്. കുറച്ച് തിക്കായിട്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെറുപയറിലേക്ക് ഇതിങ്ങനെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ലൂസായി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആ മാവ് ആ ചെറുപയറിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കില്ല. നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ആയിട്ടുള്ള ചെറുപയർ ഓൾറെഡി നന്നായിട്ട് കുക്ക് ആയതാണ്. അപ്പോൾ ഇതിന് പുറമേ ഉള്ള ആ കോട്ടിംഗ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി.
മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവുകയും ചെയ്യും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ സുഖിയൻ ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു യെല്ലോ കളർ തന്നെയാണ്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സുഖിയനും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതാ ഇപ്പം ആ സുഖിയനെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഒരു കോട്ടിങ് വന്നിട്ടുമുണ്ട്. എന്നാൽ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോയിട്ടില്ല. അകത്തുള്ള ചെറുപയർ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എന്നെ അറിയിക്കാൻ വിട്ടുപോകരുത്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ചായക്കട പലഹാരമായ ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപുരിയുടെ റെസിപ്പി ഇട്ടിരുന്നു. ഒരുപാട് പേര് കാണുകയും ഏകദേശം ഒരു 100K+ വ്യൂസ് ഉള്ളൊരു റെസിപ്പിയാണത്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിവ്യൂസ് തന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പം എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വീണ്ടും ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.